ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് പറഞ്ഞ് CPM മാറി നിൽക്കാൻ കഴിയില്ല. എം മുകേഷ് MLAക്ക് നേരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളൊരു കേസാണിത്. അതുകൊണ്ടാണ് രാജി ആവശ്യപ്പെടുന്നത്. രാജിയില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുവരെ താൻ നിരപരാധിയാണെന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലാണ് MLAയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകേഷ് MLA രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മറ്റു 2 MLAമാരുടെ കാര്യം പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. CPMന് ഒരു ധാർമ്മികതയും ഇത്തരം കാര്യങ്ങളിലില്ല. അവർ ഒരു കാരണവശാലും ഇയാളെ രാജിവെപ്പിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഇന്ന് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് അതിന്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരവുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2019 ഡിസംബർ 31-ാം തീയതി സമർപ്പിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് 4.5 വർഷക്കാലം ഈ കോൾഡ് സ്റ്റോറേജിൽ പൂഴ്ത്തിവെച്ചത് ഈ നാട്ടിലെ മുഖ്യമന്ത്രി ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ള രാജിവെക്കുന്നത് വരെ കേരളത്തിലെ മഹിളാ കോൺഗ്രസ് സന്ധിയില്ലാത്ത സമര പോരാട്ടവുമായി കേരളത്തിന്റെ തെരുവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഏറെ പ്രിയങ്കരിയായ കരുത്തുറ്റ കേരള പ്രദേശ് മഹിളാ